ഏറ്റവും അനുഗ്രഹീതരായവരെ, ഇന്ന് ദുഃഖ ശനിയാഴ്ചയാണ്. നാളെ ഈസ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖ ശനിയാഴ്ച ദിവസം, മിനിഞ്ഞാന്ന് പെസഹ വ്യാഴം, ഇന്നലെ ദുഃഖവെള്ളി, ഇന്ന് ദുഃഖശനി, നാളെ ഈസ്റ്റർ. നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. നോമ്പൊക്കെ അവസാനിക്കാറാവുകയാണ്. 50 നോമ്പ് തീരാറാവുകയാണ്. ഇന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഇന്നെടുക്കുന്നൊരു വചനം പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യമാണ്. പൗലോസ് ശ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ പൗലോസ് ശ്ലീഹായുടെ സാക്ഷ്യമാണ്. സഹോദരരെ, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ സ്വയം പരിചയപ്പെടുത്തുവാണ്. ഞങ്ങൾ അനുഭവിച്ച ക്ലേശങ്ങളെപ്പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ ജീവിതത്തിൽ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇനി എന്തെല്ലാം ക്ലേശങ്ങൾ? മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രമാത്രം കഠിനമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. 2-3 അടി കിട്ടിയെന്നല്ല, ഇത് കാലയിലൊരു പരുവന്ന വേദനയുടെ കഥയല്ല. മരണഭയം, അതൊരു മരണത്തെ മുന്നിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയമാണ്. മരണഭയം, മരിച്ചു പോവോ, എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു പേടിയാണ്. പൗലോസ് ശ്ലീഹ പറയുവാണ്, ഏഷ്യയിൽ ഞങ്ങൾ അനുഭവിച്ചത് കുഞ്ഞു സഹനമൊന്നുമല്ല. മരണഭയം ഉണ്ടാകത്തക്ക വിധം അത്രയധികമായി ഞങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. മാത്രമല്ല, 9-ാമത്തെ വാക്യം, ഞങ്ങൾ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. അത്രമാത്രം ഞങ്ങൾ വേദനയും പ്രയാസങ്ങളും അനുഭവിച്ചു. ഇതുപോലെ വേദനയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരും, മനോദുഃഖമുള്ളവർ, ഒറ്റപ്പെട്ടു പോയവർ, ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, ഭാരം അനുഭവിക്കുന്നവർ, എല്ലാവരെയും ഓർക്കുവാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. എന്നിട്ട് അടുത്ത വാക്യവാ, ഈ ക്ലേശങ്ങളെല്ലാം സംഭവിച്ചപ്പോൾ എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, എന്നാൽ ഈ സഹനങ്ങളൊക്കെയും ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പൗലോസ് ശ്ലീഹ പറഞ്ഞു. ഞങ്ങൾക്കുണ്ടായ സഹനങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടാകണമെന്നില്ല. ഞങ്ങൾ അത്രയധികമായി പീഡിപ്പിക്കപ്പെട്ടു. മരണഭയമുണ്ടാകത്തക്ക വിധം ഞങ്ങൾ അങ്ങനെ അനുഭവിച്ചു. പക്ഷെ ഞങ്ങളിൽ തന്നെ ആശ്രയിക്കാതെ ദൈവത്തിൽ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പരാജയപ്പെടുകയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ പണത്തിൽ ആശ്രയിക്കണമെന്നല്ല, VIP-കളിൽ ആശ്രയിക്കണമെന്നല്ല, വലിയ വലിയ ആളുകളിൽ, സ്വാധീനമുള്ളവരിൽ, നേതാക്കന്മാരിൽ ആശ്രയിക്കാനല്ല, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൽ ആശ്രയിക്കണം. പ്രിയരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് വചനം കേൾക്കുന്നവർ ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഇതൊരു പീഡാനുഭവ ഓർമ്മകളൊക്കെ മനസ്സിലുള്ള സമയമാണ്. നാളെ യേശുവിൻ്റെ ഉയർപ്പിനെ ധ്യാനിക്കുന്ന സമയമാണ്. പല പ്രതിസന്ധികളുമില്ലേ, പല വേദനകളുമില്ലേ. ഇന്ന് ചിന്തിച്ച്, കർത്താവേ, മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ ഞാനും എൻ്റെ കുടുംബവും ആശ്രയിക്കുന്നു എന്ന് പറ.
മരണത്തിൽ നിന്ന് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ള, മരണത്തിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറയും ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു തലമുറ അനുഗ്രഹമാണ്. ഇന്ന് ഒത്തിരി പേർ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല. നിങ്ങൾക്കും വിഷമമുണ്ടല്ലേ? ചിലർ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ലല്ലോ. അവർ ഒട്ടും പ്രാർത്ഥിക്കാൻ തയ്യാറല്ല, അവർ പള്ളിയിൽ പോകാൻ തയ്യാറല്ല, അവർ അനുദപിക്കാൻ തയ്യാറല്ല, അവർ ദൈവത്തെ ആരാധിക്കാൻ തയ്യാറല്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്കും എൻ്റെ കുടുംബം മുഴുവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നൊരു അനുഗ്രഹം തരണേ. എനിക്കും എൻ്റെ വീട്ടിലുള്ള ഓരോരുത്തരും, അതിനൊരാൾ പോലും വിട്ടു നിൽക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹത്തെ കൊണ്ടുവരുന്നവരാണ്. നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളുണ്ടോ? ആ ഒരാളിലൂടെയാ നാളുകളിൽ നിൻ്റെ വീട് അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തോട് കരമുയർത്തി പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ അടയാളമാണ്. പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടോ നിൻ്റെ വീട്ടിൽ? അദ്ദേഹത്തെ കളിയാക്കാൻ വരട്ടെ, വെട്ടാനും കുത്താനും വരട്ടെ, ആ പ്രാർത്ഥിക്കുന്ന ഒരാളിലൂടെയാ നാളുകളിൽ നിൻ്റെ ജീവിതത്തിൽ ചില നന്മകൾ വരുന്നത്. നാളെ നിൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നത്. പഴയ നിയമത്തിൽ മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒരു രാജ്യത്തിന് വേണ്ടി, ഒരു പട്ടണത്തിന് വേണ്ടി ആ കരം ഉയർത്തിയ മോശയിലൂടെയാ ആ രാജ്യത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടായത്, ആ രാജ്യത്തിന് ദൈവത്തിൻ്റെ സഹായം കിട്ടിയത്. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുവാണ്. കർത്താവേ, ഈ ദുഃഖ ശനിയാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് പൗലോസ്ലീഹായെ പോലെ കുറേ സഹനങ്ങൾ. വിചാരിച്ചതുപോലൊന്നും അല്ലായിരുന്നു പലരും. ഞങ്ങളും മരണഭയമുണ്ടാകത്തക്ക വിധം അത്രയധികമായി മനോദുഃഖം അനുഭവിച്ച ദിനരാത്രങ്ങളുണ്ട്. ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ദിവസങ്ങളുണ്ട് ഒരുപാട്. പക്ഷെ അന്നേരമൊക്കെ അതൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാനാണോ നിന്നെ സഹായിച്ചത്? നീ ഒരു അത്ഭുതമായി മാറും. എൻ്റെ വേദനയും എൻ്റെ പ്രയാസവും ഒക്കെ എന്നെ ദൈവത്തിലേക്കാണോ അടുപ്പിച്ചത്? നീ ഒരു അത്ഭുതമായിരിക്കും. ചില വേദനകൾ, ചില വിഷമങ്ങളൊക്കെ ദൈവത്തിലാണ് ആശ്രയിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്നെയൊന്നും ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അത്രമേൽ ദൈവം നിന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ട്. സഹിക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെയൊക്കെ ദൈവത്തിന് ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഇന്ന് ഈ ശനിയാഴ്ച ദിവസം അങ്ങയുടെ വചനം കേട്ട ഈ വ്യക്തിയെ, കുടുംബത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഇതേപോലെയുള്ള അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇങ്ങനൊക്കെ തന്നെ ഞങ്ങളുടെ ജീവിതവും ഇടയ്ക്കൊക്കെ പോയത്. തകരാതെ കാത്തതും പതറാതെ ഞങ്ങളെ ചേർത്ത് പിടിച്ചതും അങ്ങയുടെ കരമാണ്. അങ്ങയുടെ സാന്നിധ്യത്തിന് നന്ദി. അങ്ങ് നൽകിയ സകല നന്മകൾക്കും നന്ദി. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതവും ആരോഗ്യവും ഐശ്വര്യവും ഒക്കെ തരണമേ. നാളെ ഈസ്റ്ററാണ്, അതിനുവേണ്ടി ഒരുങ്ങുന്നു. നാളെ ഉയർപ്പ് ദിവസമാണ്, യേശുവിൻ്റെ ഉത്ഥാനത്തെ ധ്യാനിക്കുന്ന ദിവസമാണ്. ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു, നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.